ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. പിങ്ക് കളറിലുള്ള പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പാലൊക്കെ കുറുക്കി ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യാറ്. ഇത് അതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാൽപ്പായസമാണ്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പായസം അരി വേണം. ഇത് ഉണക്കലരിയാണ്. ഈ അരിയാണ് പായസത്തിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. അരി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. ഈ അരി കഴുകുമ്പോൾ ഇങ്ങനെ ചുവന്ന കളറിലുള്ള വെള്ളം വരും. ഇത് മാറിയിട്ട് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ അരി നമ്മൾ കഴുകിയിട്ട് എടുക്കണം. ഇങ്ങനെ അരി കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. ഈ പായസം നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഈ പാല് നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം. നമ്മൾ ഈ കുക്കറിൽ തലേ ദിവസം വല്ല പുളിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുക്കർ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കണം. അങ്ങനെ ശരിക്കും വൃത്തിയായില്ല എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇപ്പം നിങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാല് തന്നെ ചേർത്താൽ മതി, വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിൽ പാട വരാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഇതേ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തത്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ മൂടി വയ്ക്കുകയാണ്. ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ലോ ഫ്ലെയിം എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ചിട്ട് വേണം വെക്കാൻ. ഒരു 20 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൽ നിന്ന് വിസിലൊന്നും വരില്ല. ചിലപ്പോൾ ഒരു വിസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് പ്രശ്നമില്ല. തീ ഏറ്റവും കുറഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ മുഴുവൻ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. വേണമെങ്കിൽ 1/2 മണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോഴത്തെ പാല് കുറുകിയ ആ പിങ്ക് കളറിലുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിങ്ക് പായസത്തിന് അതിൻ്റെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാകും. ഇതിൽ ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കാം. ഇതിൻ്റെ എണ്ണമൊക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഇങ്ങനെ വറുത്തിട്ട് ഇതും നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള പായസമാണ്. അതേ ടേസ്റ്റ് എന്ന് പറയില്ല, ഏകദേശം അതുപോലത്തെ ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്